അമേരിക്കയിൽ ഇപ്പോൾ കടുത്ത കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ കടുത്ത ഉഷ്ണതരംഗവും അത്യുഷ്ണവും അനുഭവപ്പെടുമ്പോൾ പടിഞ്ഞാറൻ മേഖലകളിൽ കാട്ടുതീ പടർന്നുപിടിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഉയർന്ന ആർദ്രത കാരണം പലയിടങ്ങളിലും താപനില 46 ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടുന്നു. കടുത്ത ഉഷ്ണതരംഗം കാരണം 10 കോടിയിലധികം അമേരിക്കക്കാർ നിലവിൽ കടുത്ത ജാഗ്രതയിലാണ്. അമേരിക്കയിലെ താപനില പലയിടങ്ങളിലും 100 ഡിഗ്രി ഫാരൻഹീറ്റ് കടന്നതായാണ് ദേശീയ കാലാവസ്ഥാ സർവീസ് വ്യക്തമാക്കുന്നത്. ഉയർന്ന മർദ്ദമുള്ള വായുപ്രവാഹം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസമായ ഹീറ്റ് ഡോം കാരണം വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത. ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, വാഷിംഗ്ടൺ, ചിക്കാഗോ, ഡെട്രോയിറ്റ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പോലും ചൂടിന് കാര്യമായ കുറവ് ഉണ്ടാകുന്നില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കാട്ടുതീ അതിവേഗം പടരുകയാണ്. യൂട്ട, കൊളറാഡോ, അരിസോണ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീപിടുത്തം രൂക്ഷമായി തുടരുന്നു. കൊളറാഡോ യൂട്ട അതിർത്തിയിൽ കാട്ടുതീ അണക്കാൻ ശ്രമിക്കുന്നതിനിടെ US വൈൽഡ് ലാൻഡ് ഫയർ സർവീസിലെയും US ഫോറസ്റ്റ് സർവീസിലെയും 3 അഗ്നിശമന സേനാംഗങ്ങൾ മരണപ്പെട്ടതായും 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അത്യുഷ്ണം കണക്കിലെടുത്ത് ചിക്കാഗോ നഗരത്തിൽ ശീതീകരണ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സർവീസ് സെന്ററുകൾ, മുതിർന്ന പൗരന്മാരുടെ കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ, സിറ്റി കോളേജുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച മുതൽ ഉഷ്ണതരംഗം കിഴക്കൻ മേഖലകളിലേക്ക് വ്യാപിക്കും. വ്യാഴാഴ്ച വടക്ക് കിഴക്കൻ അമേരിക്കയിലാണ് ഉഷ്ണതരംഗം ഏറ്റവും രൂക്ഷമാകുന്നത്. താപനില 105 ഡിഗ്രി ഫാരൻഹീറ്റിന് അടുത്തെത്തുമെന്നാണ് പ്രവചനം. അമേരിക്കയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് അതിശക്തമായ ചൂട് കൊണ്ടാണ്. 2018 മുതൽ ഇതുവരെ 13,000-ലധികം ആളുകൾ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരിച്ചതായും കണക്കുകൾ വ്യക്തമാക്കും. ചൂട് ഇങ്ങനെ കടക്കുന്നതോടെ ഫുട്ബോൾ കളിക്കാരുടെ യൂണിയനായ ഫിഫ്പ്രോയുടെ സുരക്ഷിത മാനദണ്ഡങ്ങൾ മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതോടെ ഈ ആഴ്ച നടക്കുന്ന ലോകകപ്പിലെ 2ാം റൗണ്ട് അവസാനഘട്ട മത്സരങ്ങളിൽ ചിലത് ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിലായിരിക്കും നടക്കുന്നത്. എല്ലാ മത്സരങ്ങളെയും ഉഷ്ണതരംഗം ബാധിക്കില്ലെങ്കിലും ചില പ്രധാന മത്സരങ്ങൾ കടുത്ത ചൂടിലായിരിക്കും നടക്കുക. ഹൂസ്റ്റണിൽ ഇന്നലെ നടന്ന ബ്രസീൽ ജപ്പാൻ മത്സര സമയത്ത് 44 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത്. ബുധനാഴ്ച അറ്റ്ലാന്റയിൽ നടക്കുന്ന ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിനും സ്റ്റേഡിയത്തിന് പുറത്ത് കടുത്ത ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയായിരിക്കും. എയർ കണ്ടീഷനിംഗ് ഇല്ലാത്ത സ്റ്റേഡിയങ്ങളിൽ ചൂട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ചൊവ്വാഴ്ച ന്യൂജേഴ്സിയിൽ നടക്കുന്ന ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ 30 ഡിഗ്രി സെൽഷ്യസും വ്യാഴാഴ്ച ടൊറന്റോയിൽ നടക്കുന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിൽ 31 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തും. വെള്ളിയാഴ്ച മിയാമിയിൽ നടക്കുന്ന അർജന്റീന കേപ്പ് വെർദെ മത്സരത്തിലും കാൻസാസ് സിറ്റിയിലെ കൊളംബിയ ഗയാന മത്സരത്തിലും ചൂട് 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എന്നാൽ ഇവിടങ്ങളിലെ കൂടിയ ആർദ്രത കാരണം അനുഭവപ്പെടുന്ന ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഉയർന്ന താപനിലയോടൊപ്പം ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയും മത്സരങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ 8 മൈൽ ചുറ്റളവിൽ ഇടിമിന്നൽ ഉണ്ടായാൽ കളിക്കാർക്കും കാണികൾക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനായി മത്സരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. ബുധനാഴ്ച അറ്റ്ലാന്റയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിന്റെ മത്സര സമയത്തും വെള്ളിയാഴ്ച മിയാമിയിൽ നടക്കുന്ന അർജന്റീനയുടെ മത്സര സമയത്തും ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു.